Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട്ഫോൺ ആയ Oppo K1 ആണ്. അപ്പോൾ ഓപ്പോന്റെ ഫസ്റ്റ് സ്മാർട്ട്ഫോൺ ആണ് K സീരീസിൽ. ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ഉണ്ട്. അത് ആദ്യമായിട്ടാണ് 20,000 പ്രൈസ് സെഗ്മെന്റ് താഴെ വരുന്നത്. നമ്മൾ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോൺസിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ Oppo K1 അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗണിൻ്റെ 660 ഒക്ടാ കോർ ചിപ്സെറ്റാണ്. അത് വളരെ ഒരു പവർഫുൾ ചിപ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Oppo K1. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും കാണാം, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്. ഇത് രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ വേരിയൻ്റ്, 4 GB റാമും 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് 1.278 ആണ്. ഹെഡ് സാറ്, ബോഡി സാറ് 0.86 ആണ്. ചാർജിങ് നിങ്ങൾക്ക് കാണാം 5 വോൾട്ട് 2 ആംപിയർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു ബോക്സിൻ്റെ പുറകിലുള്ളത്. നമുക്ക് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയ ബോക്സ് കാണാം. ഇതിനകത്താണ് നമുക്ക് ഒരു കേസ് ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിം ഇജക്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നത് ഫോണാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ബ്ലൂ കളർ, Oppo K1ൻ്റെ ബ്ലൂ കളർ. നമ്മളൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബ്ലൂ കളർ, ഗ്രേഡിയൻ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പേർപ്പിളും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ്. പിന്നെ സൈഡ്സിലേക്കും ആ കളർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ നല്ലൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 6.4 ഇഞ്ചസ് ഫുൾ HD ഡിസ്പ്ലേ, ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ട്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം AMOLED ഡിസ്പ്ലേ വളരെ ഒരു നല്ല മികച്ച പാനലാണ്. അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കൂടെ വരുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി ഇതിനകത്ത് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 5 വോൾട്ട് 2 ആംപിയർ, അത് സ്റ്റാൻഡേർഡ് 10 വോട്ട് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇയർഫോണാണ്. നമ്മൾ സാധാരണ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇയർഫോൺ കാണാറില്ല, പക്ഷേ ഇതിനകത്ത് ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്വാളിറ്റി ഇയർഫോണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്, മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് Oppo K1. നിങ്ങൾക്ക് കാണാം 6.4 ഇഞ്ചസ് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി വളരെ ഒരു നല്ല പാനലാണ്. കാരണം നിങ്ങൾക്ക് കാണാം വ്യൂയിങ് ആംഗിൾസ്, നല്ല വ്യൂയിങ് ആംഗിൾസ്. അത് AMOLED പാനലാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കളർഫുൾ AMOLED പാനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഡിവൈസിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ഓൾറെഡി സെറ്റ് ചെയ്ത്, അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് കാണാം ഒരു പടം കാണാം, ഫിംഗർപ്രിന്റ് സ്കാനറിൻ്റെ പടം കാണാം. അപ്പോൾ ഇതിനകത്ത് പ്രസ് ചെയ്താൽ മതി അൺലോക്ക് ചെയ്യാൻ. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റാണ്. റെഗുലർ ഫിംഗർപ്രിന്റ് സ്കാനറിൻ്റെ അത്ര ഫാസ്റ്റ് അല്ല, എങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കാരണം ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല, കാരണം കുറച്ചൊരു ടൈം എടുക്കും റെക്കഗ്നൈസ് ചെയ്യാൻ. പക്ഷേ എന്നാൽ പോലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിംഗർപ്രിന്റ് സ്കാനറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് കളർ OS ആണ്. അപ്പോൾ ഓപ്പോൻ്റെ കളർ OS നമ്മളെല്ലാ ഓപ്പോ സ്മാർട്ട് ഫോണിലും കാണുന്ന പോലെ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുള്ളത് കളർ OS വേർഷൻ 5.2 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 8.1.0 ആണ്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം 2019 ഫെബ്രുവരി ഇറങ്ങിയ ഫോണിന് ആൻഡ്രോയിഡ് 9.0 കൊടുത്തിട്ടില്ല. പിന്നെ പ്രോസസ്സറാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 660 ചിപ്സെറ്റാണ്. 4 GB റാമും 64 GB സ്റ്റോറേജും 46.7 GB ആണ് അവൈലബിൾ ആവുന്നത്. പിന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറയുന്നത് Jan 5th 2019 ആണ്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. തീം സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ ആപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ്. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 16 and 2 MP ക്യാമറ, f/stop 1.9 അപ്പർച്ചറാണ് കൊടുത്തിട്ടുള്ളത്. LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. ഫ്രണ്ട് പാനലാണെങ്കിൽ ഒരു 25 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്, AI ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ നോക്കാം. ഇതിനകത്ത് നല്ല ഓപ്ഷൻസും ഫീച്ചേഴ്സുമാണ് വരുന്നത്. കാരണം നമ്മൾ റിയൽമി 2 Proയിൽ കണ്ട അതേ ക്യാമറ യൂണിറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് കാണാം 4K സപ്പോർട്ടഡ് ആണ്, 1080p 4K റെസൊല്യൂഷനും സപ്പോർട്ടഡ് ആണ്. നല്ലൊരു ഫീച്ചറായിട്ട് വേണ്ടി നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Oppo K1 എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്, വിശദമായി ക്യാമറയെക്കുറിച്ച് അപ്പോൾ പറയുന്നതാണ്.
ഇനി ഓപ്പോൻ്റെ K1 കുറിച്ച് പറയുകയാണെങ്കിൽ 3600 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ എന്താണ്ട് നമുക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ 3600 കളർ വോയിസും ബേസിക് ഫീച്ചേഴ്സൊക്കെ തന്നെ യൂസ് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് മോർ ദാൻ എ ഡേ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല, അതുകൊണ്ട് തന്നെ ചാർജിങ് കുറച്ച് സമയമധികം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു Oppo K1ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ ഡിവൈസ് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. 16,999, അതായത് 17,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഫ്ലിപ്കാർട്ടിൽ പോയി. 2 കളറാണ് അവൈലബിൾ ആവുന്നത്, ബ്ലൂവും ബ്ലാക്ക് വേരിയൻറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.